നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് UN കുറിച്ചാണ്. ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭ പലതരത്തിലുള്ള മത്സര പരീക്ഷകൾക്കും ഉപകരിക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കുന്നത് UN പറ്റി പറയുകയാണെങ്കിൽ യുഎൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ലോക സമാധാനം, സാമ്പത്തിക വികസനം, സാമൂഹിക സമത്വം എന്നിവയാണ്. അതായത് രാജ്യാന്തര സഹകരണം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി നിലവിൽ വന്ന, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് UN നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24-ലാണ്. 51 സ്ഥാപകാംഗങ്ങളുമായി വന്ന UN ഇന്ന് 193 രാജ്യങ്ങൾ UN അംഗത്വം എടുത്തിട്ടുണ്ട്. അത് 1945 ഒക്ടോബർ 24-ലാണ് UN നിലവിൽ വരുന്നത്. അന്ന് 51 സ്ഥാപകാംഗങ്ങളാണ് UN ഉണ്ടായിരുന്നത്. ഈ ഒക്ടോബർ 24 തന്നെ UN ദിനമായും ആചരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് UN രൂപീകരിക്കാൻ ഉണ്ടായിട്ടുള്ള ഒരു ചരിത്രത്തെ പറ്റി നമ്മൾ പറഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ചരിത്രം എന്ന് പറയുന്നത്, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അന്താരാഷ്ട്ര സമാധാനത്തിന് വേണ്ടി ഒരു സംഘടന, അന്താരാഷ്ട്ര സംഘടന ലോക സമാധാനത്തിന് വേണ്ടി വരേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം. അപ്പോൾ 1919-20 പാരീസ് സമ്മേളനത്തിൽ ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ചു. അതായത് മലയാളത്തിൽ പറഞ്ഞ സർവ്വരാജ്യ സഖ്യം രൂപീകരിച്ചു, ലീഗ് ഓഫ് നേഷൻസ്. ഈ ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച വ്യക്തി എന്ന് പറയുന്നത് വുഡ്രോ വിൽസൺ ആയിരുന്നു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള വുഡ്രോ വിൽസൺ ആണ്. പക്ഷെ എന്ത് പറയാം, അമേരിക്കക്ക് ലീഗ് ഓഫ് നേഷൻസിൽ അംഗത്വം എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു കൗതുകകരമായ കാര്യമാണ്. അതായത് അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച വ്യക്തി ആരാണ്? വുഡ്രോ വിൽസൺ ആണ്. പക്ഷേ അമേരിക്കക്ക്, വുഡ്രോ വിൽസന് താല്പര്യം ഉണ്ടായിരുന്നു ലീഗ് ഓഫ് നേഷൻസിൽ അമേരിക്കക്ക് അംഗത്വം എടുക്കാം. പക്ഷേങ്കിൽ അമേരിക്കയുടെ സെനറ്റ് അതിന് ശക്തമായതോടുകൂടി ലീഗ് ഓഫ് നേഷൻസിൽ അമേരിക്ക ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ലീഗ് ഓഫ് നേഷൻസ് പിന്നീട് തകരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അമേരിക്ക അതിൽ അംഗത്വം എടുത്തിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയപ്പോൾ ലീഗ് ഓഫ് നേഷൻസിന്റെ പ്രവർത്തനം അത്ര മികച്ചതായിരുന്നില്ല. അപ്പോൾ 1940 തുടക്കത്തിൽ തന്നെ ഒരു പുതിയ അന്താരാഷ്ട്ര സംഘടന രൂപീകരിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ, പുതിയ അന്താരാഷ്ട്ര സംഘടന വേണം എന്നുള്ളൊരു ചർച്ചയൊക്കെ ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന രൂപീകരണ നാളുവഴികളാണ്. ഒന്നാമത്തെ രൂപീകരണ നാളുവഴികൾ എന്ന് പറയുന്നത് 1941 ഓഗസ്റ്റ് മാസത്തില് അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും ബ്രിട്ടൻ പ്രധാനമന്ത്രി വിൻസൻ ചർച്ചിലും കൂടി ഒരു അമേരിക്കൻ ചാർട്ടറിൽ ഒപ്പുവെക്കുകയാണ്. അതായത് അന്ന് അച്ചുതണ്ട് ശക്തികൾക്കെതിരെ പ്രവർത്തിക്കുന്ന രാജ്യമാണ് അമേരിക്കയും ബ്രിട്ടനും. അപ്പോൾ അവർ രണ്ട്, അമേരിക്കൻ പ്രസിഡന്റും ബ്രിട്ടൻ പ്രധാനമന്ത്രിയും കൂടി അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെക്കുകയാണ്. അതായത് ഒരു പുതിയൊരു അന്താരാഷ്ട്ര സംഘടനയ്ക്ക് തുടക്കം കുറിക്കുന്ന ആ ചാർട്ടറിൽ അവർ ഒപ്പുവെക്കുകയാണ്. 1942 ജനുവരിയിൽ 26 സഖ്യ രാജ്യങ്ങൾ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, അറ്റ്ലാന്റിക് ചാർട്ടറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വാഷിംഗ്ടണിൽ ഒത്തുചേർന്നു. അത് പുതിയൊരു അന്താരാഷ്ട്ര സംഘടന തുടങ്ങണം എന്ന ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അറ്റ്ലാന്റിക് ചാർട്ടറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് 1942 ജനുവരിയിൽ 26 സഖ്യ രാജ്യങ്ങൾ വാഷിംഗ്ടണിൽ ഒത്തുചേർന്നു. അടുത്ത നാളുവഴി എന്ന് പറഞ്ഞാൽ 1943 ഡിസംബറിലാണ് ടെഹ്റാൻ പ്രഖ്യാപനം. ഇറാനിലെ സ്ഥലമാണ് ടെഹ്റാൻ. ഇവിടെ പ്രധാനപ്പെട്ട അച്ചുതണ്ട് രാജ്യങ്ങൾക്കെതിരെ പ്രധാനമായും പ്രവർത്തിക്കുന്ന 3 രാജ്യങ്ങളുടെ തലവന്മാർ, USA, ബ്രിട്ടൻ, USSR. USA-ക്ക് വേണ്ടി റൂസ്വെൽറ്റ്, ബ്രിട്ടന് വേണ്ടി വിൻസൻ ചർച്ചിൽ, USSR-ന് വേണ്ടി സ്റ്റാലിൻ, ഇവർ 3 കൂടി ടെഹ്റാൻ പ്രഖ്യാപനം നടത്തി 1943 ഡിസംബറിൽ. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം 1945 ഫെബ്രുവരിയാണ്. 1945 ഫെബ്രുവരിയിൽ 3 പ്രമുഖർ, ഞാൻ ഈ പറഞ്ഞ USA, ബ്രിട്ടൻ, USSR, ഇവരുടെ തലവന്മാര് 3 പ്രമുഖർ, ഈ 3 പ്രമുഖരും യാൾട്ട സമ്മേളനത്തിൽ വെച്ച് ഒരു അന്താരാഷ്ട്ര സമ്മേളനം വിളിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര സമ്മേളനം വിളിച്ചു. അങ്ങനെയൊക്കെ വന്ന ശേഷം 1945 ഏപ്രിൽ മെയിൽ തന്നെ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചൊരു അന്താരാഷ്ട്ര സമ്മേളനം നടന്നു. അതായത് പുതിയൊരു സംഘടന രൂപീകരിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വമ്പൻ ചർച്ച തന്നെ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് 1945 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്നു. ഇനി സംഭവിച്ചത് എന്താണ്? 1945 ജൂൺ 26-ന് UN ചാർട്ടറിൽ 50 രാജ്യങ്ങൾ ഒപ്പുവെക്കുകയാണ്. UN ചാർട്ടറിൽ 50 രാജ്യങ്ങൾ 1945 ജൂൺ 26-ന് ഒപ്പുവെക്കുകയാണ്. UN ചാർട്ടറിൽ ഒപ്പുവെക്കുകയാണ്. ഒക്ടോബർ 15-ന് പോളണ്ട് ഒപ്പുവെക്കുകയാണ്. അപ്പോൾ മൊത്തം എത്ര രാജ്യം? ജൂൺ 26-ന് 50 രാജ്യങ്ങൾ ഒപ്പുവെച്ചു.
ഒക്ടോബർ 15 പോളണ്ട് ഒപ്പുവെച്ചു. അപ്പോൾ 51 രാജ്യം. 1945 ഒക്ടോബർ 24 UN സ്ഥാപിതമായി. 1945 ഒക്ടോബർ 24 UN സ്ഥാപിതമായി. 51 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒക്ടോബർ 30 ഇന്ത്യ അംഗമായത്. 1945 ഒക്ടോബർ 24 UN സ്ഥാപിതമായി. ഒക്ടോബർ 30 ഇന്ത്യ അതിലൊരു അംഗമായി മാറി. 51 സ്ഥാപനങ്ങളായിരുന്നു UN രൂപീകരിച്ച കാലത്ത് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അടിസ്ഥാന വിവരങ്ങളാണ് പറയാനുള്ളത്. ഈ UN ആസ്ഥാനം എന്ന് പറയുന്നത് മൻഹാട്ടൻ പ്രദേശമാണ്. മൻഹാട്ടൻ പ്രദേശമാണ് UN ആസ്ഥാനം. മൻഹാട്ടൻ എന്ന് പറയുന്നത് ന്യൂയോർക്ക് നഗരത്തിലെ പ്രദേശമാണ്. പക്ഷേ അതിനെ ഒരു അമേരിക്കയിലെ സ്ഥലം എന്നിപ്പോൾ പറയാറില്ല. കാരണം UN ഒരു ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആയതുകൊണ്ട് തന്നെ, അന്താരാഷ്ട്ര സംഘടന ആയതുകൊണ്ട് തന്നെ മൻഹാട്ടൻ പ്രദേശത്തെ ഒരു അന്താരാഷ്ട്ര പ്രദേശമായിട്ടാണ് വിലയിരുത്തുന്നത്. മൻഹാട്ടൻ പ്രദേശത്തെ ഒരു അന്താരാഷ്ട്ര പ്രദേശമായിട്ടാണ് വിലയിരുത്തുന്നത്. അതാണ് UN ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഭാഷ, UN പ്രധാനമായിട്ട് ഔദ്യോഗിക ഭാഷകൾ എന്ന് പറഞ്ഞാൽ 6 ഭാഷകളാണ് ഉള്ളത്. 6 ഭാഷകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? അറബിക്, ഇംഗ്ലീഷ്, ചൈനീസ്, ഫ്രഞ്ച്, സ്പാനിഷ്, റഷ്യൻ. ഈ 6 ഭാഷകളാണ് ഉള്ളത്. ഇതിൽ അറബിക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ബാക്കിയുള്ള 5 ഭാഷകളും സ്ഥാപക അംഗങ്ങളായിട്ട് പെർമനന്റ് സുരക്ഷാ കൗൺസിൽ അംഗമായിട്ടുള്ള പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള സ്ഥിരാംഗങ്ങളായിട്ടുള്ള 5 രാജ്യക്കാരുടെ ഭാഷയാണ്. പക്ഷെ ഒരാൾ കൂടി അധികമുണ്ട്, അത് അറബിക്കാണ്. അപ്പോൾ അറബിക്ക് ചിലപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരണമെന്നില്ല. അപ്പോൾ ഒന്നും കൂടെ ഓർക്കുക, അറബിക്ക്, ഇംഗ്ലീഷ്, ചൈനീസ്, ഫ്രഞ്ച്, സ്പാനിഷ്, റഷ്യൻ. ഇങ്ങനെ 6 ഔദ്യോഗിക ഭാഷകളാണ് UN ഉള്ളത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇതിന്റെ സെക്രട്ടറി ജനറൽ അല്ലെ, ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടറസ് ആണ് അല്ലെ. പോർച്ചുഗീസിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അന്റോണിയോ ഗുട്ടറസ് ആണ് ഇപ്പോഴത്തെ ഇതിന്റെ സെക്രട്ടറി ജനറൽ. അദ്ദേഹം 2016 ഡിസംബർ 31 മുതൽ ഇതിന്റെ സെക്രട്ടറി ജനറലായി ചുമതല വഹിക്കുകയാണ്. 5 വർഷമാണ് സാധാരണ ഇതിന് കാലാവധി. പക്ഷെ 5 വർഷം കഴിഞ്ഞാൽ ഒരു ടേം കൂടി കൊടുക്കാറുണ്ട്. 2017 ഡിസംബർ 31 മുതൽ അദ്ദേഹമാണ് UN സെക്രട്ടറി ജനറലായി പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? UN ചാർട്ടറിനെ പറ്റിയാണ്. UN ചാർട്ടർ അല്ലേ. UN ചാർട്ടർ എന്ന് പറയുമ്പോഴാണ് 1945 ജൂൺ 26 UN ചാർട്ടറിൽ എന്താണ് ഒപ്പുവെക്കുന്നത്. 1945 ജൂൺ 26 ഒപ്പുവെച്ച് UN ചാർട്ടറിൽ ഒരു ആമുഖമുണ്ട്, ഒരു പ്രിയാമ്പിൾ അല്ല, അതായത് UN ഭരണഘടനയാണ് UN ചാർട്ടർ. അപ്പോൾ UN ചാർട്ടറിന് എന്താണ്, അല്ലെങ്കിൽ അറ്റ്ലാന്റിക് ചാർട്ടർ. അപ്പോൾ അതിനൊരു എന്താണ് പറയുന്നത്, UN ചാർട്ടറിന് ഒരു ആമുഖമുണ്ട്. 11 ചാപ്റ്റർ ഉണ്ട്. അതിൽ 11 ചാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ 111 ആർട്ടിക്കിൾ ഉണ്ട്. 111 ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ചാപ്റ്റർ 1 ചാപ്റ്റർ 1 പറയുന്നത് ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സഹകരണം. അത് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുക. സഹകരണം പ്രധാനമാണ് അല്ലെ. സഹകരണം ഉണ്ടെങ്കിൽ എല്ലാം ഉള്ളൂ. അതുപോലെ സംഘർഷം തടയുക, രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം തടയുക. ചാപ്റ്റർ 1 പറഞ്ഞ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. മറ്റൊന്ന് ഈ സംഘർഷങ്ങൾ വഴി ഉണ്ടാകുന്ന യുദ്ധങ്ങൾ തടയുക, അതായത് സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് പോവാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുക. മറ്റൊന്ന്, ഇനി അഥവാ യുദ്ധം സംഭവിച്ചെന്നിരിക്കട്ടെ, ആ യുദ്ധത്തിന്റെ വ്യാപ്തി കുറയ്ക്കുക. അതാണ്. അടുത്തത് സാമൂഹിക സാമ്പത്തിക പുരോഗതിയാണ്. ഈ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി UN പ്രവർത്തിക്കുക. എല്ലാ രാജ്യങ്ങളിലും സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി UN ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒന്നാണത്. ഇനി മറ്റൊരു കാര്യം എന്താണ്? ചാപ്റ്ററിലാണ് പതാകയെ പറ്റി പറയുന്നത്. പതാക എന്ന് പറഞ്ഞാൽ ഇളം നീലയാണ് UN പതാക എന്ന് പറയുന്നത്. അതായത് 2 ഒലീവ് ചില്ലുകൾക്കിടയിൽ ലോകരാഷ്ട്രത്തിന്റെ ഭൂപടം വെച്ചിട്ടുള്ളതാണ് UN പതാക. അതാണ്, അതായത് മൊത്തത്തിലുള്ള ഇളനീറയിലുള്ള നടുക്ക് അതിന്റെ മധ്യഭാഗത്തായിട്ട് 2 ഒലീവ് ചില്ലുകൾക്കിടയിൽ വെള്ള നിറത്തിലുള്ള ലോകരാഷ്ട്രങ്ങളുടെ ഒരു ഭൂപടം വെച്ചിട്ടുള്ളതാണ് UN പതാക എന്ന് പറയുന്നത്. അതിന് അംഗീകാരം ലഭിച്ചപ്പോഴാണ് 1947 ഒക്ടോബർ 20-നാണ്. 1947 ഒക്ടോബർ 20-നാണ് UN പതാക അംഗീകരിക്കുന്നത്. ഇനി ചാപ്റ്റർ 2 പറയുന്നത് എന്താണ്? അംഗത്വമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. അംഗത്വമാണ് അല്ലെ. 193 രാജ്യങ്ങളുണ്ട് ഇന്ന് UN. 193 രാജ്യമുണ്ട് UN അല്ലെ. 51 സ്ഥാപനങ്ങളുമായി തുടങ്ങിയ UN ഇന്ന് 193 രാജ്യങ്ങളുണ്ട്. അതിന്റെ അംഗത്വമാണ് വളരെ പ്രധാനപ്പെട്ടത്. അതായത് UN ഭരണഘടനയായിട്ട് UN ചാർട്ടറുമായിട്ട് പൊരുത്തപ്പെടുന്ന, അത് അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ ലോക സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യാന്തര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്ന, ഒരു തെറ്റുകുറ്റങ്ങളും ചെയ്യാണ്ട് എല്ലാ കാര്യങ്ങളിലും UN തത്വം അംഗീകരിച്ച് മുന്നോട്ട് വരുന്ന ഏത് രാജ്യത്തിനും അംഗത്വം നൽകാൻ UN തയ്യാറാണ്. പക്ഷെ അതിന് കുറച്ച് നിബന്ധനകളുണ്ട്. നിബന്ധനകൾ എന്ന് പറയുന്നത് UN സുരക്ഷാ കൗൺസിലുണ്ട്, സെക്യൂരിറ്റി കൗൺസിലുണ്ട്. അതിൽ 15 അംഗങ്ങളുണ്ട്. 15 അംഗങ്ങൾ.
5 പേര് സ്ഥിരാംഗങ്ങളും 10 പേര് നോൺ പെർമനന്റ് മെമ്പേഴ്സുമാണ്. അതായത് 5 പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട്, ബാക്കി 10 പേര് 2 വർഷത്തേക്ക് നോൺ പെർമനന്റ് മെമ്പേഴ്സും ആയിരിക്കും. ഈ 5 സ്ഥിരാംഗങ്ങൾ എന്ന് പറഞ്ഞത് ആരൊക്കെയാണ്? ഒന്ന് 1945 വന്നപ്പോൾ 5 സ്ഥിരാംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 5 അംഗങ്ങൾ ആരൊക്കെയാണ്? ഇന്ത്യയിലെ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങൾ ആരൊക്കെയാണ്? USA ഉണ്ട്, റിപ്പബ്ലിക് ഓഫ് ചൈന ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്, USSR ഉണ്ട്. ഇതാണ് 5 രാജ്യങ്ങൾ 1945 രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന 5 സ്ഥിരാംഗങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അംഗത്വം ലഭിക്കാനായിട്ട് ഈ 5 സ്ഥിരാംഗങ്ങൾ ഉൾപ്പെടെ ബാക്കിയുള്ള 10 നോൺ പെർമനന്റ് മെമ്പേഴ്സ് അടക്കം 15 പേരുണ്ട് സുരക്ഷാ കൗൺസിൽ. ഈ 15 പേരിൽ 9 പേരുടെയെങ്കിലും പിന്തുണ ഉണ്ടാവണം. 9 പേരുടെ പിന്തുണയും ഉണ്ടാവണം. ഈ 5 പെർമനന്റ് മെമ്പേഴ്സ് ഇല്ലേ, ഇവരാരും ഇതിനെ എതിർക്കാനും പാടില്ല. ഇവരാരെങ്കിലും ഒരാൾ എതിർത്താൽ അത് പാസ്സാവില്ല. ഈ 5 പേരും സപ്പോർട്ട് ചെയ്യണം. മൊത്തത്തിലുള്ള സുരക്ഷാ കൗൺസിലെ 15 അംഗങ്ങളിൽ 9 പേരുടെ പിന്തുണ ഉണ്ടാവണം. ഇനി സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ പൊതുസഭയ്ക്ക് ഇത് വിടും. പൊതുസഭ ജനറൽ അസംബ്ലിക്ക് ഇത് വിടും. പൊതുസഭയിൽ എല്ലാ രാജ്യങ്ങൾക്കും പങ്കാളിത്തമുണ്ട്. ഈ പൊതുസഭ 3/2 ഭൂരിപക്ഷത്തിന് ഇത് പാസ്സാക്കുകയും വേണം. അതായത് പൊതുസഭയിൽ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന് അംഗത്വം ലഭിക്കും. അതായത് UN ഇപ്പോൾ 193 രാജ്യങ്ങളാണ് ഉള്ളത്. തുടങ്ങുന്ന 51 സ്ഥാപകങ്ങൾ ഉണ്ടായിരുന്നു. 193 രാജ്യം ഇന്നുണ്ട്. അവസാനമായിട്ട് വന്ന രാജ്യം സൗത്ത് സുഡാനാണ്. 2011 ജൂൺ 14 സൗത്ത് സുഡാൻ വന്നിട്ടുള്ളത്. UN തുടങ്ങുമ്പോൾ എത്ര രാജ്യങ്ങളായിരുന്നു? 51 സ്ഥാപകങ്ങളാണ്. അതിൽ 49 രാജ്യങ്ങളും ഇന്നും UN അംഗമാണ്. 49 രാജ്യങ്ങൾ ഇന്നും അംഗമാണ്. 2 രാജ്യം ഇല്ല. ഇതൊന്ന് ചെക്കോസ്ലോവാക്യയും മറ്റൊന്ന് യുഗോസ്ലാവിയുമാണ്. ഈ 2 രാജ്യങ്ങൾക്കും എന്ത് പറ്റി? ഈ 2 രാജ്യങ്ങൾക്കും പല രാജ്യങ്ങളായി മെർജൊക്കെ ചെയ്ത് അംഗത്വം നിലനിർത്തിയപ്പോൾ ഇവർക്കൊരു തുടർച്ചയുണ്ടായില്ല. അപ്പോൾ ഈ 2 രാജ്യങ്ങളും ഔട്ടായി. അപ്പോൾ 49 രാജ്യങ്ങൾ ഇന്നും സ്ഥാപകാംഗങ്ങൾ UN സ്ഥാപക അംഗങ്ങളിൽ 51-ൽ 49 ഇന്നും UN ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ചോദ്യം, UN സ്വയം പിരിഞ്ഞുപോയ ഒരു രാജ്യമുണ്ട്. ഇവിടെയൊക്കെയാണ് നമ്മുടെ ചോദ്യം ശരിക്ക് നിലനിൽക്കുന്നത്. UN സ്വയം പിരിഞ്ഞുപോയ രാജ്യം ഇന്തോനേഷ്യയാണ്. 1965 എന്ന് പറയുന്നത് 1965 ഇന്തോനേഷ്യൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സുകാർണോ ആയിരുന്നു. അപ്പോൾ അന്ന് മലേഷ്യയായിട്ട് ഇന്തോനേഷ്യ നല്ല പ്രശ്നത്തിലായിരുന്നു. പക്ഷേ UN ഭാഗത്തു നിന്ന് ചില ഇടപെടലുകൾ മലേഷ്യക്ക് അനുകൂലമായി ഉണ്ടായി. അതിൽ സുകാർണോക്ക് നല്ല പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്തോനേഷ്യ സ്വയം പിന്മാറി പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അവിടുത്തെ ഭരണം മാറിയപ്പോൾ ഇന്തോനേഷ്യ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ 1965 UN ഇതുവരെ സ്വയം പിരിഞ്ഞുപോയ ഒരു രാജ്യം മാത്രമേ ഉള്ളത് ഇന്തോനേഷ്യയാണ്. ഇനി അതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പുറത്താക്കലും പിന്മാറ്റവും. അതായത് UN നമുക്ക് ഇതിനെ പുറത്താക്കുന്നതും അല്ലെങ്കിൽ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്താനൊക്കെ UN ചാർട്ടറിൽ പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 5 പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തലാണ്. താൽക്കാലിക വിലക്ക് എന്ന് പറയുന്നത്, അതായത് ആർട്ടിക്കിൾ 5 പറയുന്നത് UN സുരക്ഷാ കൗൺസിൽ നടപടി എടുത്തിട്ടുള്ള രാജ്യം UN ചാർട്ടർ അനുസരിച്ച് അല്ലെങ്കിൽ UN തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ താൽക്കാലികമായി UN നിന്ന് വിലക്ക് ഏർപ്പെടുത്താൻ കഴിയും. അതാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. ഇത് സുരക്ഷാ കൗൺസിലിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് നടപ്പാക്കേണ്ടത്. ഇനി ഇത് ഇവരെ തിരിച്ചെടുക്കണമെങ്കിലും അതും സുരക്ഷാ കൗൺസിൽ തന്നെ മുൻകൈ എടുക്കണം. അതാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. അത് താൽക്കാലിക വിലക്കാണ്. ഇനി ഇവരെ സമ്പൂർണ്ണമായി പുറത്താക്കൽ അത് ആർട്ടിക്കിൾ 6 പറയുന്നുണ്ട്. അതായത് ഇവർ ഘടകവിരുദ്ധമായിട്ട് UN-എതിരെ പ്രവർത്തിച്ച UN തത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരെ പൂർണ്ണമായും പുറത്താക്കാൻ പറയുന്നത് ആർട്ടിക്കിൾ 6 അതാണ് സുരക്ഷാ കൗൺസിൽ മുൻകൈ എടുത്ത് ഇതിങ്ങനെ ഒരു ശുപാർശ പൊതുസഭയ്ക്ക് സമർപ്പിക്കുക. പൊതുസഭ അത് അംഗീകരിച്ചാൽ അവർ പൂർണ്ണമായിട്ടും പുറത്താക്കാൻ പറ്റുന്നതാണ്. ഇന്നേ വരെ UN ആരെയും താൽക്കാലികമായിട്ട് വിലക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും പുറത്താക്കുകയോ ചെയ്തിട്ടില്ല. ശ്രദ്ധിക്കണം, UN ഇന്നേ വരെ ഒരു രാജ്യത്തെയും താൽക്കാലികമായോ പൂർണ്ണമായോ പുറത്താക്കിയിട്ടില്ല. സ്വയം പിരിഞ്ഞുപോയ രാജ്യമാണ് ഇന്തോനേഷ്യ. പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് UN നിന്ന് മാറിപ്പോവേണ്ടി വന്ന രാജ്യങ്ങളുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു താൽക്കാലിക വിലക്കോ അല്ലെങ്കിൽ പുറത്താക്കലോ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു UN 5 സ്ഥാപകാംഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്ന് ഞാൻ എടുത്തു പറഞ്ഞു റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന്. പക്ഷെ ഇപ്പോൾ ഉള്ളത് ആരാണ്? ഇപ്പോൾ ഉള്ളത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ്. അന്നത്തെ റിപ്പബ്ലിക് ഓഫ് ചൈന ഇന്നത്തെ തായ്വാനാണ്. അതായത് 1949 ഒക്ടോബർ 2 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന വരുന്നത്. പക്ഷേ 1945 UN ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നുള്ള റിപ്പബ്ലിക് ഓഫ് ചൈനയായിരുന്നു. പക്ഷേ പിന്നീട് യഥാർത്ഥ ചൈന ആരാണെന്നുള്ളതൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 1971 UN ഉറപ്പിച്ചു യഥാർത്ഥ ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ്. കാരണം ചൈനയുടെ
ഏതാണ്ട് ഭൂരിഭാഗം പ്രദേശങ്ങളും കൈയടക്കിയിട്ടുള്ളത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ്. അപ്പോൾ 1971 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ യഥാർത്ഥ ചൈനയായിട്ട് UN അംഗീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുമ്പോൾ എന്തായി, റിപ്പബ്ലിക് ഓഫ് ചൈന അത് ഇന്നത്തെ തായ്വാൻ അതിൽ നിന്ന് പുറത്താകുകയും ചെയ്തു. ഓട്ടോമാറ്റിക്കലി അതായത് കലാശിച്ചു. പക്ഷെ അതൊരിക്കലും നമുക്കൊരു UN ആർട്ടിക്കിൾ പ്രകാരം ആർട്ടിക്കിൾ 6 ഉപയോഗിച്ച് പുറത്താക്കിയതാണെന്ന് പറയാൻ സാധിക്കില്ല. അത് അങ്ങനെ സംഭവിച്ചു. അതായത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ അംഗത്വം പുനഃസ്ഥാപിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവർ പുറത്തായി എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം, 1974 മുതൽ 1994 വരെ 20 വർഷ കാലയളവിൽ ദക്ഷിണാഫ്രിക്കയെ UN നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. UN പൊതുസഭയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അതും ഒരു പൂർണ്ണമായ പുറത്താക്കലോ അല്ലെങ്കിൽ താൽക്കാലിക വിലക്കാണെന്ന് മൊത്തത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. പൊതുസഭയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിന് കാരണം അത് വർണ്ണവിവേചനമാണ്. UN ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശലക്ഷ്യങ്ങളിലൊന്നാണ് സാമൂഹിക സമത്വം. അതിനെതിരാണ് ഈ വർണ്ണവിവേചനം. അപ്പോൾ വർണ്ണവിവേചനം ദക്ഷിണാഫ്രിക്കയിൽ ഉള്ളത് കൊണ്ട് തന്നെ 1974 മുതൽ 1994 വരെ UN പൊതുസഭയിൽ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പിന്നീട് അവർക്ക് പൊതുസഭയിൽ പങ്കെടുക്കാനുള്ള അനുമതി നൽകുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് UN പറ്റിയിട്ട് എനിക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പാർട്ട് 1 പറയാനുള്ളത്. UN ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ പറയാനുണ്ട് അല്ലേ. ഏജൻസീസ് ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ UN പ്രധാനപ്പെട്ട ഇടപെടലുകളുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സെക്രട്ടറി ജനറൽമാരുണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതൊക്കെ പറയാനുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.